പൊന്നാനിയിൽ കടൽഭിത്തി നിർമ്മാണത്തിന് മുൻ സർക്കാർ കൊണ്ടുവന്ന പദ്ധതി പ്രാവർത്തികമാക്കണമെന്ന് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി.കെ. മഷൂദ് ആവശ്യപ്പെട്ടു. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന മന്ത്രിസഭയിൽ പൊന്നാനിയിലടക്കം 10 സ്ഥലങ്ങളിൽ 65 കിലോമീറ്റർ ടെട്രോപോഡ് നിർമ്മാണത്തിന് ADB ധനസഹായം ലഭ്യമാകുന്നതിലേക്ക് 30% സർക്കാർ വഹിക്കുമെന്ന പദ്ധതിക്ക് ഭരണാനുമതി നൽകിയ പദ്ധതി പ്രാവർത്തികമാക്കണമെന്ന് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി.കെ. മഷൂദ് ആവശ്യപ്പെട്ടു. ADB സംഘം പലതവണ പൊന്നാനിയിൽ വിവിധ ഘട്ടങ്ങളിൽ പഠനം നടത്തിയിട്ടുള്ളതും ഏറ്റവും ഒടുവിൽ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തിയതുമാണ്. NCRC ടീം പഠനം നടത്തി ഇറിഗേഷൻ ടീം ഇതിന്റെ ഡിസൈനും DPRും എല്ലാം തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ഇതിനാൽ മുൻ സർക്കാർ തീരുമാനത്തിന് ഫോളോ അപ്പ് ഉണ്ടാക്കി ADBയുമായി ബന്ധപ്പെട്ട തുടർച്ചയുണ്ടാക്കിയാൽ ഇനിയൊരു പഠനത്തിന്റെയും അത്തരം നാൾവഴികളുടെയോ സമയം ലാഭിക്കാനാകും. ഈ പ്രവർത്തനത്തിന് തുടർച്ചയുണ്ടായാൽ ടെട്രോപോഡ് എന്ന പൊന്നാനിയുടെ സ്വപ്നം പൂവണിയും. അല്ലെങ്കിൽ സർക്കാരിന് ഈ 3 കോടിയും നബാർഡിൽ നിന്നുള്ള അനുമതിയുടെ കാലയളവും കാത്ത് ഒരു സർക്കാരിന്റെ കാലം തന്നെ കടന്നുപോകുമെന്ന് ടി.കെ. മഷൂദ് പറഞ്ഞു. അഴീക്കൽ മുതൽ കാപ്പിരിക്കാട് വരെ സമഗ്രമായ രീതിയിൽ ടെട്രോപോഡ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം ഈ സർക്കാരിൻ്റെ ആദ്യത്തെ ബജറ്റിൽ മുൻ സർക്കാരിൻ്റെ ADBയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റുമായി ഒന്നും പ്രതിപാദിച്ചില്ല എന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. ഇപ്പോൾ നിലവിൽ 3 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുകയും നബാർഡിൻ്റെ സഹായത്തോടുകൂടി അഴീക്കൽ മുതൽ കാപ്പിരിക്കാട് വരെ ടെട്രോപോഡ് നിർമ്മിക്കുമെന്നും പുതിയ MLA പറയുകയും മുഖ്യമന്ത്രി വിശദീകരിക്കുക ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ പറയുന്നത് സാങ്കേതിക വിദഗ്ധർ വന്ന് പഠനം നടത്തി അത് പ്രായോഗികമായി ഇവിടെ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ എന്നാണ്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് ADB ഏതാണ്ട് 4013 കോടിയോളം രൂപ വായ്പയായി അനുവദിക്കാമെന്നും അതിൻ്റെ 30% സർക്കാർ വഹിക്കാമെന്നും ഏറ്റവും അവസാനത്തെ മന്ത്രിസഭ, പിണറായി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി ജലവിഭവ വകുപ്പിൻ്റെ ഉത്തരവിറങ്ങിയതാണ്. എല്ലാ പ്രോസസ്സും അവസാനിപ്പിച്ച് എല്ലാ പഠനങ്ങളും പൂർത്തീകരിച്ച് ഏതാണ്ട് ടെൻഡർ നടപടിയുടെ വക്കത്തെത്തി നിൽക്കുന്ന ഒരു പ്രോജക്റ്റിനെ പ്രതിപാദിക്കാതെ പുതിയൊരു പദ്ധതിയുമായി മുന്നോട്ട് വന്നാൽ എത്ര കാലം പൊന്നാനിക്ക് കാത്തിരിക്കേണ്ടി വരും? കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ടാണ് ഹോട്ട്സ്പോട്ടിലെ കേരളത്തിലെ 10 സ്ഥലങ്ങളിൽ പൊന്നാനി സ്ഥാനം കണ്ടെത്തിയത്. ഒരുപാട് പ്രക്രിയകൾ, ഒരുപാട് പ്രോസസ്സുകൾ പൂർത്തീകരിച്ചാണ്. അത്തരമൊരു കാലയളവ് ഇനിയും ഈ പദ്ധതിക്ക് എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ADBയുമായി ബന്ധപ്പെട്ട് അവർ നമുക്ക് തരാമെന്ന് ഏറ്റിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ച് ഏതാണ്ട് 569 കോടി രൂപയോളമാണ് പൊന്നാനിയിൽ പൂർണ്ണമായും ടെട്രോപോഡ് നിർമ്മിക്കുന്നതിനാവശ്യം. അതിന് വായ്പ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് തയ്യാറാണ്. അവരുമായി MLA ഇടപെട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എല്ലാ പഠനങ്ങളും പൂർത്തീകരിച്ച് മത്സ്യത്തൊഴിലാളികളും തീരവാസികളായിട്ടുള്ള ആളുകളുമായി ചർച്ച അടക്കം നടത്തിയ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ചെല്ലാനം മോഡൽ പൊന്നാനിയിൽ നടപ്പിലാക്കുമെന്ന് മുൻ സർക്കാർ പറഞ്ഞതും അതിൻ്റെ എല്ലാ ഘട്ടങ്ങളും മറികടന്ന് അവസാനം ടെൻഡർ നടപടി വരെ എത്തി നിൽക്കുന്ന ഒരു പദ്ധതി. ആ പദ്ധതി MLA പൂർത്തീകരിക്കണം. അതുമായി ബന്ധപ്പെട്ടൊരു ഫോളോ അപ്പ് ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കുന്നത്. നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.